വിപണനം ചെയ്യപ്പെടുന്ന ധാർമ്മികത. ജീവിതത്തിൻ്റെ അന്ത്യപാദങ്ങളിലേക്ക് ഒരു രാജാവിനെ പോലെ കടന്നുവരുന്ന ഈശോയുടെ ചിത്രമാണ് ഇന്നത്തെ വചനം നൽകുന്നത്. സ്വർഗത്തിലെ ഹല്ലേലൂയ നാദങ്ങൾക്ക് മുന്നൊരുക്കമെന്നോണം മണ്ണിലെ ഓശാന ഗീതികൾ. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെയും അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെയും ദർശനങ്ങളാകുന്നു ജെറുസലേമിൻ്റെ വഴിത്താരയിലും പിന്നെ ദേവാലയത്തിനകത്തും നടന്നവ. പെസഹായുടെ ദിനങ്ങളായിരുന്നു അത്. പ്രായപൂർത്തിയായ യഹൂദരെല്ലാം ജെറുസലേം ദേവാലയത്തിൽ അണയുന്ന ദിനങ്ങൾ. ദേവാലയത്തിന് 20 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർ വരണമെന്ന് നിഷ്കർഷയുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള ജൂതർ ആ ദിവസം അവിടെയെത്തും. ക്രിസ്തുവിന് 30 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ കനേശുമാരിയിൽ അന്ന് ദേവാലയത്തിൽ വന്നുപോയവർ ലക്ഷത്തിലേറെയായിരുന്നു എന്നാണ് കണക്ക്. തികച്ചും നാടകീയമായിരുന്നു ഈശോയുടെ രാജകീയ പ്രവേശനം. അവൻ്റെ പ്രവാചകത്വത്തെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ട് ഇവിടെ. പ്രവാചകർ അങ്ങനെയാണ്. തങ്ങളുടെ നിലവിളികൾ ജനഹൃദയങ്ങളെ തൊടില്ലെന്ന് കാണുമ്പോൾ നാടകീയമായി പ്രതികരിക്കും. ഈശോയുടെ പ്രതികരണം ജനഹൃദയങ്ങളെ ഇളക്കിമറിച്ചു. 3 ചിന്തകളാണ് ഇന്ന് വചനം നമുക്ക് നൽകുന്നത്. ഒന്നാമതായി, ക്രിസ്തു സമാധാനത്തിൻ്റെ രാജാവാണെന്ന സദ്വാർത്ത. കഴുതയും കഴുതക്കുട്ടിയുമൊക്കെ അവൻ്റെ ലാളിത്യത്തിൻ്റെ സൂചനയാണ്. ഐഹികമായ ഒരു രാജ്യം സ്ഥാപിക്കുമെന്ന് കരുതപ്പെട്ട താൻ ഹൃദയങ്ങളുടെ രാജാവാണെന്ന സൂചനയാണ് അവൻ നൽകിയത്. രണ്ടാമതായി, അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ കുലീനത. ചരിത്ര ഗവേഷകർ പറയുന്നു, അറ്റ് ദാറ്റ് ടൈം എവരി പ്രീസ്റ്റ് വാസ് എ ട്രേഡർ. ഇത്തരമൊരു സംസ്കൃതിയെ തകിടം മറിച്ച് ദേവാരാധനയുടെ കേന്ദ്രമാക്കി ദേവാലയത്തെ മാറ്റുന്ന ശ്രേഷ്ഠ പുരോഹിതൻ. നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളാക്കപ്പെടുന്നുവോ എന്ന സംശയവും ഇവിടെ കൂട്ടി വായിക്കാം. മൂന്നാമതായി, കുഞ്ഞുങ്ങളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ ഒരുക്കപ്പെടുന്ന ദൈവസ്തുതിയാണ്. ആത്മാവിലെ നിഷ്കളങ്കതയല്ലാതെ മറ്റെന്താണ് ശിശുത്വം? മുൻവിധികളില്ലാത്തവരാണ് ശിശുക്കൾ. യഥാർത്ഥമായതെന്തോ അതാണ് അവർക്ക് സത്യം. മുൻവിധികളോടെ നോക്കിയതിനാലാണ് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്നൊക്കെ ഫരിസേയരും സദുക്കായരുമൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്. ദൈവമേ, നോമ്പുകാലം ഹൃദയ നവീകരണത്തിൻ്റെ കാലമായെങ്കിൽ കാണുന്നുണ്ട് ഞാൻ എൻ്റെ ഹൃദയ ദേവാലയത്തിലെ കച്ചവട കേന്ദ്രങ്ങൾ, വിപണനം ചെയ്യപ്പെടുന്ന ധാർമ്മികതകൾ, ലാഭം മാത്രം നോക്കുന്ന ഹൃദയവിചാരങ്ങൾ. നാഥ, നിന്റെ സ്തുതികളുയരുന്ന ദേവാലയമായി എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. മനസ്സുകളെ ഉണരൂ, അഭിഷിക്തൻ വരവായി. മനസ്സുകളെ ഉണരൂ, സ്തുതി സങ്കീർത്തനമാകൂ. പാവനമീ ബലിയിൽ പരിപാവന മാനസരായി. പാവനമീ ബലിയിൽ പരിപാവന മാനസരായി. വരൂ വരൂ ദൈവജനമേ, അണിയണിയായി ബലിവേദിയിൽ അനവരതം ബലിയേകാം, ബലിയാകാം, അനുരഞ്ജിതരാകാം. സ്നേഹം ധാരധാരയായി കരകവിഞ്ഞൊഴുകുന്നു. ഹൃദയം തിരിനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു.
സ്നേഹം ധാരധാരയായി കരകവിഞ്ഞൊഴുകുന്നു. ഹൃദയം തിരിനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു. കരുണ തൻ ഈ വരമഴയിൽ ആശ്രയം തേടാം. അനുദിനം ഈ തിരുബലിയിൽ മോക്ഷം നേടിടാം. ഈ ജന്മം യാഗമായി നാഥനെ കീടാം. മനസ്സുകളെ ഉണരൂ, അഭിഷിക്തൻ വരവായി. മനസ്സുകളെ ഉണരൂ, സ്തുതി സങ്കീർത്തനമാകൂ.